ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു മൊഡ്യൂളാണ്. 6th മൊഡ്യൂളാണ്. അലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അതില് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് അരോമാറ്റിസിറ്റി, അത് എന്താണ് ആ ടേം മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. ബേസിക്കലി ആരോമാറ്റിസിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെൻസീന്റെ സ്പെഷ്യൽ ക്യാരക്ടർ പറയാൻ വേണ്ടിയിട്ടാണ്. ബെൻസീന്റെ സ്പെഷ്യൽ ക്യാരക്ടർ, റൈറ്റ്? ഓക്കെ, അപ്പൊ ബെൻസീൻ എന്താണ് ഇത്രമേൽ പ്രാധാന്യം ഉണ്ടാവുന്നത്, അത് എന്ത് കൊണ്ടാണ് ബെൻസീൻ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ടേം അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ അരോമാറ്റിസിറ്റി എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റെബിലിറ്റി. അസോസിയേറ്റഡ് വിത്ത് സ്റ്റെബിലിറ്റി. അപ്പൊ അരോമാറ്റിസിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ അരോമാറ്റിസിറ്റി അത് കെമിക്കൽ റിയാക്ടിവിറ്റി അതുപോലെ സ്റ്റെബിലിറ്റി, ഈ രണ്ട് ഫാക്ടറും റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബേസിക്കലി സ്റ്റെബിലിറ്റി ആൻഡ് മോർ ഓവർ ഇറ്റ്സ് റിയാക്ടിവിറ്റി, ഈ രണ്ട് ഫാക്ടറും തമ്മിൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ നമുക്കിത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം. നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള സൈക്ലോഹെക്സീൻ എടുക്കുന്നു, റൈറ്റ്? സൈക്ലോഹെക്സീൻ, ഈ സൈക്ലോഹെക്സീനെ അഡീഷൻ റിയാക്ഷൻ നടത്തുന്നു. അപ്പൊ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു Cl2 മോളിക്യൂൾ ആഡ് ചെയ്യുന്നു, റൈറ്റ്? അപ്പൊ Cl2 മോളിക്യൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ ഈ രീതിയിൽ റിയാക്ഷൻ നടന്ന് നമുക്ക് രണ്ട് എൻഡിലും ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്ന് രണ്ട് എൻഡിലും ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഇതിനെയാണ്, ഈ റിയാക്ഷനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, പക്ഷെ ബെൻസീനിൽ ഇതുപോലുള്ള 3 ഡബിൾ ബോണ്ട് ഉണ്ട്. പക്ഷെ ബെൻസീൻ എന്ത് നടക്കുന്നില്ലടോ, ഇതുപോലെ അഡീഷൻ റിയാക്ഷൻ നടക്കുന്നില്ല. അവിടെ ബെൻസീൻ അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റാദർ ദാൻ അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ബെൻസീനിൽ നോർമൽ ഡബിൾ ബോണ്ടിൽ ആക്ട് ചെയ്യുന്നത് പോലെ റിയാക്ഷനിൽ അത് ആക്ട് ചെയ്യാത്തത്, അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? അതിന്റെ റീസൺ ആണ് ബെൻസീൻ ഒരു അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി നൽകുന്നത് അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ്. ഓക്കെ, റൈറ്റ്? അപ്പൊ നമ്മൾ അരോമാറ്റിസിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് പരിചയപ്പെടേണ്ടതുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരോമാറ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ദാറ്റ്സ് കോൺജുഗേറ്റഡ് സിസ്റ്റം. എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം? എങ്ങനെയാണ് നമ്മൾ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ടുള്ള സിസ്റ്റം. ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ടുള്ള സിസ്റ്റം, അതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. എങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡബിൾ സിംഗിൾ ബോണ്ടുള്ള സിസ്റ്റത്തെ കോൺജുഗേറ്റഡ് സിസ്റ്റം ആക്കി പറയുന്നത്? ഇപ്പൊ നമ്മൾ ഒരു ബ്യൂട്ടാഡൈൻ എടുക്കുന്നു. ഓക്കെ, ഇത് കോൺജുഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ പ്ലേ ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ട് ഈ ഒരു പൊസിഷനിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാർബണിന്റെ വാലൻസി എക്സീഡ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഈ ടെർമിനലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ യു വിൽ എൻഡ് അപ്പ് വിത്ത് അനദർ കാനോണിക്കൽ സ്ട്രക്ചർ. ഈ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസണൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡെഫിഷ്യൻസി വരും, ഇവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ വരും, അവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. തീർന്നിട്ടില്ല, ഇത് തിരികെ തന്നെ ഇതിന് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? റെസണൻസ് ഫിനോമിന. ഈ ഒരു ഡീലോക്കലൈസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോൺ, ഒരു ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഒരു പൊസിഷനിൽ തന്നെ
സ്ഥിതി ചെയ്യാതെ മറ്റൊരു പൊസിഷനിലോട്ടേക്ക് മാറുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഡീലോക്കലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫിനോമിന കാണിക്കുന്നത് കൊണ്ട് ഇത്തരം സിസ്റ്റത്തെ നമ്മൾ ഡീലോക്കലൈസ്ഡ് സിസ്റ്റം ആക്കി കാണിക്കുന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നോക്കൂ, ഞാൻ ഈ ഡബിൾ ബോണ്ടുള്ള പൊസിഷനിൽ ഇവിടെ ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തു, ദാറ്റ് ഈസ് കാറ്റയോൺ. ഓക്കെ, കാർബണിന് പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ കാറ്റയോൺ എന്ന് പറയും. അപ്പൊ ഇതിന് ഈ ഒരു ടിപ്പിക്കൽ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് അലൈൽ കാറ്റയോൺ എന്ന് പറയുന്നത്. സോ അലൈൽ കാറ്റയോൺ എന്താണ്? കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. അലൈൽ കാറ്റയോണിൽ എങ്ങനെയാ കോൺജുഗേഷൻ വർക്ക് ചെയ്യുന്നത്? ഇവിടെ വാക്കന്റ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റലാണ്. ആ പി ഓർബിറ്റലിലോട്ടേക്ക് ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഡീലോക്കലൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ ഡബിൾ ബോണ്ട് ഇതോ ഇവിടെ വരുന്നു. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ പൊസിഷനിൽ എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, വീണ്ടും അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. കോൺജുഗേറ്റഡ് സിസ്റ്റം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡബിൾ സിംഗിൾ ബോണ്ട് ഉള്ള സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് വന്നാൽ പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. രണ്ടാമതായി നമ്മുടെ റെഫറൻസ് വരുന്നത് ഡബിൾ ബോണ്ട് കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് എൻഡിലെ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരിക. ദാറ്റ് ഈസ് നമ്മുടെ സിമ്പിൾ റെഫറൻസ് അലൈൽ കാറ്റയോൺ. അലൈൽ കാറ്റയോൺ ഒരു വെൽ നോൺ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. അതിന്റെ റെസനൻസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമതായി വരുന്നത് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിൽ ആനിയോൺ, ഓക്കെ, നെഗറ്റീവ് ചാർജ് വരിക. പോസിറ്റീവ് കാർബണിന്റെ എൻഡിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല അല്ല നമ്മൾ പലപ്പോഴും ഈസി ആയിട്ട് വരയ്ക്കാറ്. ബോൺലൈൻ റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബോൺലൈൻ റെപ്രസെന്റേഷൻ നമ്മൾ സിഗ്സാഗ് മാനറിലാണ് വരയ്ക്കുന്നത്. ഓരോ എൻഡിലും CH3 ആയിരിക്കും. ഓക്കെ, ഓരോ കോർണറിലും CH2 ആയിരിക്കും. ദിസ് ഈസ് ദ ഐഡിയൽ സിറ്റുവേഷൻ. ഇനി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുന്നതിന് അനുസരിച്ച് അവിടെ ഹൈഡ്രോജന്റെ എണ്ണം മാറാം. ഓക്കെ, ഹൈഡ്രോജന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫണ്ടമെന്റൽ കാര്യമാണ്. നമ്മൾ പലപ്പോഴും കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല CH3 CH2 ആ രീതിയിൽ എഴുതി പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ രീതിയിൽ സിഗ്സാഗ് ഫാഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് എങ്കിലും അതൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം നിങ്ങൾ ഫേവർ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തരത്തിലുള്ള ബോൺലൈൻ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അലൈൽ ആനിയോണും ഒരു എന്താണ്? നമ്മുടെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഫൈൻ. ഇനി നാലാമതായി നമ്മൾ പറയുന്നത് ഈ അലൈൽ ആനിയോൺ അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ടുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജിന്റെ കാര്യം പറഞ്ഞു. അത് കാർബണിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജും ഒരു ലോൺ പെയർ ഇലക്ട്രോണും വന്നിട്ടുണ്ട് അല്ലെ? നെഗറ്റീവ് ചാർജും ലോൺ പെയറും. ഇനി നെഗറ്റീവ് ഒന്നും ചാർജ് ഇല്ലാതെ ഒരു ഹെട്രോ ആറ്റത്തിൽ ലോൺ പെയർ ഇലക്ട്രോൺ വരുന്ന സിറ്റുവേഷൻ, ഒരു ഹെട്രോ ആറ്റത്തിൽ ലോൺ പെയർ വരുന്ന സിറ്റുവേഷനും എന്ത് തന്നെയാണോ? കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഇവിടെ ഞാൻ ജസ്റ്റ് Z എന്ന് കൊടുത്തു. ഹെട്രോ ആറ്റം, അതിൽ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ. ജസ്റ്റ് ലൈക്ക് എബവ് സിറ്റുവേഷൻ, നമ്മുടെ കാർബാനിയോണ്ട് അതേപോലെ തന്നെ ഇവിടെയും യു ക്യാൻ സി കോൺജുഗേഷൻ. നിങ്ങൾക്ക് എന്ത് കാണാം? കോൺജുഗേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരോമാറ്റിസിറ്റി അല്ലെ ഫണ്ടമെന്റൽ ഓർഗാനിക് കെമിസ്ട്രിന്റെ നട്ട്സ് ആൻഡ് ബോൾസ് പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് ഈ കേർഡ് ആരോ റെപ്രസെന്റേഷൻ. കേർഡ് ആരോ റെപ്രസെന്റേഷൻ വളരെ അതിന്റെ ഒരു ട്രിക്ക് എത്ര ഉള്ളൂ. നിങ്ങൾ ഇഫ് യു ആർ ഡ്രോയിങ് എ കേർഡ് ആരോ, ഓക്കെ, ജസ്റ്റ് ഐ ഹാവ് എ എന്ന് പറയുന്ന ഒരു സ്പീഷീസും ബി എന്ന് പറയുന്ന സ്പീഷീസും ഉണ്ട്. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്യാണ്. അപ്പൊ ഐ എം റെപ്രസെന്റിങ് എ മൈനസ്, ഹിയർ ഐ ആം റെപ്രസെന്റിങ് എ പ്ലസ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് there should be a reaction. അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രോൺ ഫ്ലോ ആണ്, റൈറ്റ്? ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് there should be an electron flow. എവിടെ നിന്ന് എവിടേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്? എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോൺ റിച്ച് സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സൈറ്റിലോട്ടാണ് ആര് പോകടോ? ഇലക്ട്രോൺ പോവുക. നമ്മുടെ പണം ഒഴുകുന്നത് പോലെ ഓർത്താൽ മതി. എവിടെയാണോ ഫണ്ട് കൂടുതലുള്ളത് അവിടെ നിന്ന് ഫണ്ട് കുറവുള്ളിടത്തോട്ട്, അതായത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാർ ഫണ്ട് പാപ്പരായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇലക്ട്രോൺ റിച്ച് സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ സൈറ്റ്. അപ്പൊ ആരോ നമ്മൾ കേർഡ് ആരോ വരയ്ക്കുന്ന സമയത്ത് ഇലക്ട്രോൺ റിച്ച് സൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഇലക്ട്രോൺ റിച്ച് സൈറ്റ് എവിടെ അവസാനിക്കണം? ഇലക്ട്രോൺ ഡെഫിഷ്യൻ സൈറ്റിൽ. അപ്പൊ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള മീനിങ്, അങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തതിന്റെ ഫലമായി
അവര് തമ്മിൽ ഒരു ബന്ധം അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതുപോലെ ഒരു ഫണ്ട് കൊടുക്കുന്നതിന്റെ ഫലമായി അവിടെ അവരുടെ തമ്മിലുള്ള ബന്ധം, ഒരു പുതിയ ബന്ധം ഉണ്ടാവുകയാണ് അല്ലെ. കടം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബന്ധം. ഓക്കെ, അതുപോലെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമ്മുടെ ഏതൊരു റിയാക്ഷൻ നടന്നിട്ട് അവിടെ എന്ത് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്, ബോണ്ട് ബന്ധനം, ഓക്കെ, ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഇതാണ് ഓർഗാനിക് കെമിസ്ട്രീന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇതിലധികം ഫണ്ടമെന്റൽ ഒന്നും ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ Z+ ആവും, കാരണം അതിന്റെ ഒരു ഇലക്ട്രോണും കൊണ്ടാണ് ഇവിടെ പുതിയൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പുതിയൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ടെർമിനലിലോട്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തു, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ എക്സസ് വന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. സോ there will be another tendency, this move back, അല്ലെ, തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റെസൊണൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഡീലോക്കലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ, ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യാത്തതിനെയാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. സോ ഒന്നുകൂടെ പറയാം, കോൺജുഗേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ റെഫറൻസ് ആയിട്ട് വരുന്നത് ഒന്നാമത് ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉള്ള സിസ്റ്റം ആണ്, 2 അലൈൽ കാറ്റയോൺ ആണ്, 3 അലൈൽ ആനയോൺ ആണ്, 4 ഹെട്രോ ആറ്റം അഡ്ജസന്റ് ടു ദ ഡബിൾ ബോണ്ട്. ഈ പറയപ്പെട്ട 4 രീതിയിലും നിങ്ങൾക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും അവിടെ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, റെഡി ആണല്ലോ? ഫൈൻ. നമ്മൾ ഒരു ചോദ്യം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഇതിന് ഒരു ഫണ്ടമെന്റൽ ആയിട്ടൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എന്താ? കോൺജുഗേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സിസ്റ്റം, നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റത്തിൽ എല്ലാ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ എന്ന് തീരുമാനിക്കണം. എല്ലാ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ്. നമുക്കറിയാം കാർബൺ, ഹൈഡ്രോ കാർബണുകളിൽ ഹൈബ്രിഡൈസേഷൻ പല തരത്തിലുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ഹൈബ്രിഡൈസേഷൻ? ഏതൊക്കെ തരത്തിലാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്? ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം ഞാൻ പറയുന്നു, ദാറ്റ് ഈസ് CH3 CH2 CH3. ദിസ് ഈസ് എ നോർമൽ പ്രൊപ്പൈൻ. ഓക്കെ, then CH2 CH CH3. മറ്റൊരു സിസ്റ്റം that is CH3 CH3. ഇവിടെ നമുക്ക് പറയാൻ പറ്റും സാച്ചുറേറ്റഡ് സിസ്റ്റം ആണ്, എല്ലാ കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് ഇല്ലേല് എല്ലാ കാർബണും എന്താണ്? sp3 ആണ്. എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള, ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എല്ലാ കാർബണും എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ഒക്കെ sp2 ആയിരിക്കും. ഇവിടെയോ ഇത് സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ ഇത് sp3 ആണ് വരുന്നത്. വാട്ട് അബൌട്ട് ട്രിപ്പിൾ ബോണ്ട്? ട്രിപ്പിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കാർബണും sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഇവിടെ ടെർമിനലിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നില്ല, അതുകൊണ്ട് ഇയാള് sp3 ആയിരിക്കും. അപ്പൊ സിംഗിൾ ബോണ്ട് എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഡബിൾ ബോണ്ട് അത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതുപോലെ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അതെന്താണെടാ? sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺജുഗേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്താണ്? അവിടെ എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ ആണോ? അതായത് sp3 കോൺജുഗേഷൻ ഉണ്ടാവില്ല, ഷുഡ് ബി sp2 ഓർ sp. ഓക്കെ, അപ്പൊ ജനറലി നമ്മൾ sp2 ആണ് പറയാറ്. അപ്പൊ എല്ലാ കാർബണും sp2 ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കേണ്ട ട്രിക്ക് എന്ന് പറയുന്നത്, അതിന് sp2 ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഒന്ന് ഡബിൾ ബോണ്ട് വരിക, അല്ലെങ്കിൽ കാർബോ കാറ്റയോൺ വരിക. ഓക്കെ, കാർബോ കാറ്റയോൺ വരിക, അല്ലെങ്കിൽ
കാർബാനിയോൺ വരിക. ഓക്കെ, റൈറ്റ്, കാർബാനിയോൺ വരിക. ഇതല്ലെങ്കിൽ ഇതുപോലെ ഹെട്രോ ആറ്റം അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്, റൈറ്റ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാർബൺ sp2 ആണ്, sp2 ആണ്, sp2 ആണ്, sp2 ആണ്, എല്ലാ കാർബണും sp2 ആണ്. ഇയാൾ sp2, 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 sp2. അപ്പൊ എല്ലാ കാർബണും sp2 ആയി, അതുകൊണ്ട് കോൺജുഗേഷൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണ് sp2 ആണ്, ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണ് sp2 ആണ്, കാർബോകാറ്റയോൺ ആണ്, അതുകൊണ്ട് ഇയാളും sp2 ആണ്. ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് sp2 ആണ്, ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് sp2 ആണ്, കാർബാനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാർബാനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്. നോർമൽ കാർബാനിയോൺ ആവരുത്, കാർബാനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, അങ്ങനെ തന്നെ വരണം. അല്ലാതെ നോർമൽ കാർബാനിയോൺ എന്തല്ല sp2 അല്ലാതെ sp3 ആണ്. ഓക്കെ, കാർബാനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്, അതുകൊണ്ട് ഇയാളും sp2 ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് sp2, ഡബിൾ ബോണ്ട് sp2. അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹെട്രോ ആറ്റം ഹാവിംഗ് ലോൺ പെയർ വിച്ച് ഈസ് അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹെട്രോ ആറ്റം ഹാവിംഗ് ലോൺ പെയർ വിച്ച് ഈസ് അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളും sp2 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സിറ്റുവേഷൻ ആണ്. കാർബാനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട് sp2, ഹെട്രോ ആറ്റം അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട് sp2. ഇത് പറയാൻ കാരണം ഇത് പലപ്പോഴും നമ്മളോട് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇത് തെറ്റിപ്പോകും. ഇതെങ്ങനെയാ തെറ്റിപ്പോകുന്നത്? ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അമീൻ. ഓക്കെ, ദിസ് ഈസ് അമീൻ, റൈറ്റ്. അതുപോലെ വേറൊരു അമീന്. ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം ഇത് CH3 ആണ്, ഇത് സിമ്പിൾ CH3 ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ടെർമിനൽ എന്താണ്? നോ ഡൗട്ട് അറ്റ് ഓൾ sp3 ആണ്. ഇവിടെ CH2 സാച്ചുറേറ്റഡ് ആണ്, ഡബിൾ ബോണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഇയാളും sp3. ഇവിടെ നൈട്രജൻ നമുക്കറിയാം, അമോണിയ എന്ന് പറയുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, അതുകൊണ്ട് നൈട്രജൻ അമീനുകൾ എന്താണ്? അയാളും നൈട്രജനും sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഇവിടുത്തെ കഥ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇയാൾ sp2 ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഇവിടെയും ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇയാൾ sp2 ആണ്. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും വരുന്നില്ല. അപ്പൊ പക്ഷെ ഇയാള് sp3 ആണോ sp2 ആണോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു വരച്ചിട്ടുള്ള നമ്മുടെ ഡീലോക്കലൈസേഷൻ ഇല്ലേ? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്യും. ഇങ്ങനെ ഡീലോക്കലൈസേഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോൺ പെയറിന്റെ, അതായത് ലോൺ പെയർ ബിയറിംഗ് ആറ്റത്തിന്റെ നെക്സ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ഇത് നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് ബോണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എക്സെപ്ഷനലി ഇയാൾ എന്താണ്? ഇയാള് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എക്സെപ്ഷനലി ഇയാള് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതിന്റെ റീസൺ ഡ്യൂ ടു കോൺജുഗേഷൻ. അതിനാണ് ആ ഷോർട്ട് കട്ട് ആദ്യമേ അന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, റൈറ്റ്. ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇതേ സിറ്റുവേഷൻ ആണ് കാർബാനിയോണിലും വരുന്നത്. ഓക്കെ, അവിടെ ലോൺ പെയർ ഉണ്ടാവും, അത് കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് കീ പോയിന്റ് കിട്ടി, കോൺജുഗേഷൻ കണ്ടുപിടിക്കേണ്ട കീ പോയിന്റുകൾ കിട്ടി, റൈറ്റ്. അപ്പൊ ഈ തന്നിട്ടുള്ള കോമ്പൗണ്ടുകളിൽ ആരൊക്കെ കോൺജുഗേറ്റഡ് ആണ് എന്നുള്ളതൊന്ന് പറയൂ. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഹൈബ്രിഡൈസേഷൻ ആണ്. നോക്കൂ, ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇയാൾ sp2, ഇയാൾ ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, അതുകൊണ്ട് ഇയാള് എക്സെപ്ഷനലി അല്ല, ഇയാൾ sp3 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ sp2, ഇവിടെ sp2. നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോൺജുഗേറ്റഡ് ആവണമെങ്കിൽ എല്ലാ കാർബണും sp2 ആവണം. ഇവിടെ ഒരു കാർബൺ sp3 ആയതുകൊണ്ട് ഇതിന്റെ ഇതെന്താണ്? നോൺ കോൺജുഗേറ്റഡ്. ഇറ്റ്സ് നോൺ കോൺജുഗേറ്റഡ്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ നോക്കൂ, നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണ്,
ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നൈട്രജൻ sp2 ആണ്, കാർബൺ sp2, 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 sp2. ഓക്കെ, എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇയാൾ എന്താണ്? ഇയാൾ കോൺജുഗേറ്റഡ് ആണ്. Okay. What about next compound? Next compound, double bond ഉണ്ട് കാർബൺ sp2, 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 sp2 അല്ലെ, ഡബിൾ ബോണ്ടഡ് കാർബൺ ആയത് കൊണ്ട് sp2. ഇനി പ്രശ്നം വരുന്നത് നമ്മുടെ ഓക്സിജന്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഹെട്രോ ആറ്റത്തിന് അഡ്ജസെന്റ് ബോണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കുക. ഞാനിപ്പോ വരച്ചിട്ടുള്ള ആ പോർഷൻ ഒന്ന് താഴോട്ട് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാ കിട്ടുക? അല്ലെ, ഓക്സിജൻ ആണ് വരിക. രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ, രണ്ട് ലോൺ പെയർ ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ആണ് ഡീലോക്കലൈസേഷന് കൗണ്ട് ചെയ്യുക. നോക്കൂ, ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഇങ്ങനെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? റൈറ്റ്, ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഇതുപോലെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് അവിടെ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ പോലും അയാള് ഡീലോക്കലൈസേഷന്റെ ഫലമായി അവിടെ ഡബിൾ ബോണ്ട് വരുത്തും. അതുകൊണ്ട് എക്സെപ്ഷനലി ഇവരെന്താണ്? sp2 ആണ്. ഈ ഓക്സിജനും sp2 ആണ്. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ എല്ലാ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട കോമ്പൗണ്ട് എന്ത് തന്നെയാണ്? കോൺജുഗേറ്റഡ് ആണ്. ഇയാളും കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് നെക്സ്റ്റ് കോമ്പൗണ്ട്? ഡബിൾ ബോണ്ട് sp2, 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 sp2 അല്ലെ, എല്ലാം ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തു sp2 ആണ്. നോക്കൂ, ഈ കാർബൺ എന്തുവാ? കാർബോകാറ്റോൺ ആണ്. വി നോ ദാറ്റ് കാർബോകാറ്റോൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. കാർബോകാറ്റോൺ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് എല്ലാ ആറ്റവും, എല്ലാ കാർബണും, എല്ലാ സെൻട്രും എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റവും എന്ത് തന്നെയാണ്? കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഫൈനലായിട്ട് നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കി. ഡബിൾ ബോണ്ട് ഉള്ളത് sp2 എന്ന് ആദ്യമേ പറഞ്ഞേക്കാം. sp2, sp2, sp2. ഇനി ഇവിടെ ഒരു കാർബാനിയോൺ വരുന്നുണ്ട് അല്ലെ. ഈ കാർബാനിയോൺ ആ പോർഷനെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ആക്ച്വലി ഇവിടെ വരുന്നത് CH അല്ലെ, CH. അത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഓക്കെ, CH നെഗറ്റീവ് ചാർജ്. കാർബണിന്റെ വാലൻസി 4 ആയിരിക്കണം എപ്പോഴും. 1, 2, 3, 4, 5 ഒന്ന് എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നത്. ഓക്കെ, ഇവിടെ ഇയാൾ നോക്കൂ, ഇയാൾക്ക് ഇവിടെ എന്ത് പറ്റും? ഈ ലോൺ പെയർ ഇലക്ട്രോണ് ഈ പൈ ബോണ്ടുമായിട്ട് ഇതുപോലെ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന്റെ ഫലമായി ഇവിടെ ഇയാൾ എന്ത് വരുത്തും? ഒരു ഡബിൾ ബോണ്ട് വരും. ഓക്കെ, ഇവിടെ പുതിയൊരു ഡബിൾ ബോണ്ട് വരും. അതുകൊണ്ട് ഇവിടെ അലൈൽ ആനിയോൺ സിസ്റ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഫറൻസ് സിസ്റ്റം അലൈൽ ആനിയോൺ സിസ്റ്റം ആണ്. അപ്പൊ ഇയാളും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ എല്ലാ കാർബണും, എല്ലാ സെൻട്രും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇയാളും എന്ത് തന്നെയാണ്? കോൺജുഗേറ്റഡ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരോമാറ്റിസിറ്റി പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റം കോൺജുഗേറ്റഡ് ആണോ അല്ലേ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിനുള്ള കീ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. റൈറ്റ്, ഇനി നമ്മൾ അരോമാറ്റിസിറ്റി പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡീലോക്കലൈസേഷൻ നമ്മൾ ഇന്ന് പറഞ്ഞു. എന്താണ് ആക്ച്വലി ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ആണ്. റൈറ്റ്, ഇലക്ട്രോണുകളാണ് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ വി മേ ആസ്ക് ടു കൗണ്ട് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. അപ്പൊ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോണിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാ കൗണ്ട് ചെയ്യുക? റൈറ്റ്, അതിനുള്ള കീ പോയിന്റുകളാണ്. ഓൾറെഡി നമുക്കറിയാം പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ്. റൈറ്റ്, അപ്പൊ 2 ഇലക്ട്രോൺ ഫ്രം ഈച്ച് ഡബിൾ ബോണ്ട്. ഓരോ ഡബിൾ ബോണ്ടും 2 ഇലക്ട്രോൺ അതിന്
കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡീലോക്കലൈസേഷൻ കൗണ്ടിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഉള്ളിടത്തൊക്കെ 2 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആ 2 ഇലക്ട്രോൺ ഒക്കെ എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആവണം. അതുപോലെ തന്നെ അവിടെയുള്ള ഇലക്ട്രോണുകൾ നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലെ, ഇലക്ട്രോണുകൾ കൗണ്ട് ചെയ്യണം. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അടുത്ത പോയിന്റ് 2 ഇലക്ട്രോൺ ഫ്രം സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ. സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള നൈട്രജനിൽ നിന്ന് 2 ഇലക്ട്രോൺ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഡബിൾ ബോണ്ടഡ് നൈട്രജനോ? നോ ഇലക്ട്രോൺ ഫ്രം ഡബിൾ ബോണ്ടഡ് നൈട്രജൻ. ഈ സിറ്റുവേഷൻ നോക്കൂ. ആക്ച്വലി നൈട്രജൻ എന്തുണ്ട്? ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ആ ലോൺ പെയർ ഇലക്ട്രോൺ നമ്മൾ എപ്പോഴേ കൗണ്ട് ചെയ്യത്തുള്ളൂ അവിടെ സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, നോ ഇലക്ട്രോൺ ഫ്രം ഡബിൾ ബോണ്ടഡ് നൈട്രജൻ. ഡബിൾ ബോണ്ടഡ് നൈട്രജനിൽ നിന്ന് നമ്മൾ എന്തെടുക്കില്ലടോ? എന്തെടുക്കില്ല? ഇലക്ട്രോണിനെ കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തില്ല. എന്ന് വെച്ചാല് നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, will not participate. Okay, will not participate in delocalization. Delocalization പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, ഓക്സിജന് 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നോക്കൂ, ഇതൊരു ഓക്സിജൻ ആണ്, അതിന് 2 ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഓക്കെ, 2 ഇലക്ട്രോൺ പെയറുകൾ, 2 ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ 2 ലോൺ പെയർ ഇലക്ട്രോണില് ഒരു പെയർ ഇലക്ട്രോൺ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ, ഡീലോക്കലൈസേഷനിൽ കൗണ്ട് ചെയ്യത്തുള്ളൂ. അതാണ് among 2 ഇലക്ട്രോൺ പെയർ ഓക്സിജൻ കോൺട്രിബ്യൂട്ട് 1 ഇലക്ട്രോൺ പെയർ ഓൺലി. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഹെട്രോ ആറ്റം ഉണ്ട്. ആ ഓക്സിജന് സിംഗിൾ ബോണ്ടഡും ആണ് എങ്കിൽ അവിടെ 2 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാവും. അതിൽ ഒരു ഇലക്ട്രോൺ പെയർ മാത്രമേ നമ്മുടെ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. ഒരു പെയർ ഇലക്ട്രോണിനെ മാത്രമേ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അടുത്തൊരു പോയിന്റ്, നമ്മുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ ബോറോൺ വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ. ഇവിടെ കാർബണിന്റെ സ്ഥാനത്ത് ഇവിടെ CH പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. ഞാൻ അതുപോലെ മറ്റൊരു കോമ്പൗണ്ട് വരയ്ക്കുകയാണ്. ഇതിൽ ബോറോൺ എന്ന് പറയുന്ന ഒരു ആറ്റാണ്, നമുക്കറിയാം ബോറോൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം കാർബോകാറ്റയോൺ ആയതുകൊണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. നമുക്കറിയാം BF3, നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമുക്കറിയാം BF3 എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെ. BF3 എന്ന് പറയുന്ന മോളിക്യൂൾ എന്താണോ? ഡിസീസ് sp2 ഹൈബ്രിഡൈസ്ഡ് അല്ലേ. ട്രയാഗണൽ പ്ലനാർ ജോമെട്രി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ സൈക്ലിക് സിസ്റ്റത്തില് കാർബണിന്റെ സ്ഥാനത്ത് ബോറോൺ വന്നാലും അത് ഈ ബോറോൺ എന്ന് പറയുന്ന ഇയാള് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇറ്റ്സ് സെയിം ആസ് കാർബോകാറ്റയോൺ. അത് കാർബോകാറ്റയോണിനെ പോലെ സെയിം ആയിട്ടുള്ള ഒരാളാണ്. കാർബോകാറ്റയോൺ എന്ത് ബിഹേവ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ അവിടെയുള്ള ബോറോൺ ബിഹേവ് ചെയ്യും. അതായത് അയാളും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതാണ് ഉദ്ദേശിച്ചത് ബോറോൺ ഇക്വലന്റ് ടു കാർബോകാറ്റയോൺ. ബോറോൺ ഇക്വലന്റ് ടു കാർബോകാറ്റയോൺ. ആ ബോറോൺ സെന്റർ എന്ന് പറയുന്നത് കാർബോകാറ്റയോണിന് ഇക്വലന്റ് ആണ്. ഓക്കെ, അവിടെ അപ്പൊ കോൺജുഗേഷൻ ഉണ്ട് എല്ലായിടത്തും, റൈറ്റ്. ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് sp2. ഇവിടെ കാർബോകാറ്റയോൺ sp2. ഇവിടെ ഡബിൾ ബോണ്ട് sp2. ബോറോൺ ആയതുകൊണ്ട് sp2 അല്ലെ. ബോറോണ് നമുക്ക് അവിടെ അറിയാം ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല, പോസിറ്റീവ് ചാർജ് ഇല്ല, എങ്കിലും അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് അയാൾക്ക് കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ അവിടെ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? ഇത് ഇവിടെ ബോറോൺ ഒരു വാക്കന്റ് p ഓർബിറ്റൽ ഉണ്ട്, അതിലോട്ട് അയാൾ ഡീലോക്കലൈസ് ചെയ്യും. ഇവിടെ കാർബൺ ഒരു വാക്കന്റ് p ഓർബിറ്റൽ ഉണ്ട്. വാക്കന്റ് p ഓർബിറ്റൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ച സമയത്ത് അവിടെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു p ഓർബിറ്റൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ ആണ്. ആ p ഓർബിറ്റലിലോട്ടേക്കാണ് ഈ ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള
പി ഓർബിറ്റലിലോട്ടാണ് ആ ഒരു ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, റൈറ്റ്. നിങ്ങൾ ഹൈബ്രിഡൈസേഷനിൽ പഠിച്ചിട്ടുണ്ടാകും. ഇത് എങ്ങോട്ടേക്കാ ഇലക്ട്രോൺ പോകുന്നതെന്ന് ഒരു ധാരണ വേണം. എങ്ങോട്ടേക്കാ പോകുന്നത്? ആക്ച്വലി അവിടെ വാക്കന്റ് ആയിട്ടുള്ള പി ഓർബിറ്റലിലോട്ടേക്കാണ് പോകുന്നത്. അതാണ് കാർബോകാറ്റോണിൽ സംഭവിക്കുന്നത്, അതാണ് ബോറോണിൽ സംഭവിക്കുന്നത്. റൈറ്റ്. ഇനി ഇലക്ട്രോൺ റിച്ച് സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ പൈ ബോണ്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് പി ലാറ്ററൽ ഓവർലാപ്പ് വഴിയാണ്. ഇപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാവുന്നതിന്റെ അർത്ഥം ഇവിടെയുള്ള ഒരു പി ഓർബിറ്റൽ ഇവിടെയുള്ള പി ഓർബിറ്റൽ ലാറ്ററൽ ഓവർലാപ്പ് നടത്തിയിട്ടാണ് ഈ പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമ്മുടെ പരിപാടി ഇവിടെ തന്നിട്ടുള്ള എല്ലാ കോമ്പൗണ്ടിലും എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ കൗണ്ട് ചെയ്തു 2 ഇലക്ട്രോൺ ഡബിൾ ബോണ്ട്, 2 ഇലക്ട്രോൺ ഡബിൾ ബോണ്ട്, 2 ഇലക്ട്രോൺ ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല? നൈട്രജന്റെ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ 6 പൈ ഇലക്ട്രോൺ എന്ന് പറയണം. ഓക്കെ, 6 പൈ ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ നമ്മൾ എന്താക്കില്ല? ഇറ്റ് വോണ്ട് കൗണ്ട്, ഇത് കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ നോക്കൂ. 2 electron from here, 2 electron from here, 2 electron from here. ഇവിടെ നൈട്രജന് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, നൈട്രജന് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഇത് കൗണ്ട് ചെയ്യോ? ഇത് കൗണ്ട് ചെയ്യത്തില്ല, കാരണം നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണ്, അതുകൊണ്ട് അവിടെ കൗണ്ട് ചെയ്യത്തില്ല. ഇവിടെയും നൈട്രജന് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, ഡബിൾ ബോണ്ടഡ് ആയതുകൊണ്ട് കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ ഇയാളെയും കൗണ്ട് ചെയ്യത്തില്ല, ഇയാളെയും കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ടോട്ടൽ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ 2, 4, 6. ഇവിടെയും 6 പൈ ഇലക്ട്രോൺ തന്നെയുള്ളൂ. ഓക്കെ, 6 പൈ ഇലക്ട്രോൺ തന്നെയുള്ളൂ. റൈറ്റ്. അടുത്ത കോമ്പൗണ്ട് നോക്കി. വളരെ രസകരമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, നിങ്ങൾക്ക് കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കാൻ പറ്റുന്ന കോമ്പൗണ്ട് ആണ്. ഓക്കെ, ആദ്യം ഡബിൾ ബോണ്ട് അങ്ങ് നോക്കാം. ഡബിൾ ബോണ്ട് നമുക്കൊരു ഡൗട്ടും ഇല്ല. 2 ഇലക്ട്രോണ്, 2 ഇലക്ട്രോണ്, 2 ഇലക്ട്രോണ്, 2 ഇലക്ട്രോണ്. ഡബിൾ ബോണ്ടിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ദെൻ നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ അവിടെയുള്ള ലോൺ പെയർ ഇലക്ട്രോൺ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നൈട്രജന് ഓൾറെഡി ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രോൺ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, റൈറ്റ്. ഇനി സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെയുള്ള ലോൺ പെയർ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യണം. ഓക്കെ, സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ, ഇവിടെ NH എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലെ, അവിടെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. അവിടെയുള്ള ലോൺ പെയർ ഇലക്ട്രോൺ നമ്മൾ കൗണ്ട് ചെയ്യും, കാരണം അത് സിംഗിൾ ബോണ്ടഡ് ആണ്, സിംഗിൾ ബോണ്ടഡ് ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വരും? ടോട്ടൽ ഇവിടെ 2, 4, 6, 8, 10, 10 പൈ ഇലക്ട്രോൺ വരും. ഓക്കെ, 10 പൈ ഇലക്ട്രോൺ. റൈറ്റ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയേ. ഫ്യൂരാൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഓൾറെഡി നമുക്കറിയാം ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ വരും. ഓക്കെ, ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ വരും. പിന്നെ ഓക്സിജന് നമുക്കറിയാം 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോണെ നമ്മൾ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ലോൺ പെയർ ഇലക്ട്രോണെ കൗണ്ട് ചെയ്യത്തുള്ളൂ, അത് ഇത് കൗണ്ടിങ് ചെയ്യും. മറ്റേ ലോൺ പെയർ ഇലക്ട്രോൺ നമ്മൾ ഡീലോക്കലൈസേഷനിൽ കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോൺ കൗണ്ടിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ ഈ രീതിയിൽ വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിനുള്ള കീ പോയിന്റുകളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ അങ്ങ് കൗണ്ട് ചെയ്യുക. ഡബിൾ ബോണ്ട് 2 ഇലക്ട്രോൺ നൽകും. പിന്നെ നൈട്രജൻ ഉണ്ടെങ്കിൽ അത് ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യരുത്. പിന്നെ ഹെട്രോ ആറ്റം ഓക്സിജൻ ഫാമിലി ആണെങ്കിൽ നിങ്ങൾ അതിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ബോറോൺ ഉണ്ടെങ്കിൽ ബോറോണിൽ ഇലക്ട്രോൺ ഒന്നും കൗണ്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കാർബോകാറ്റോൺ. കാർബോകാറ്റോൺ പോലെയാണ്, അയാൾ കോൺജുഗേഷനിലായിരിക്കും. ഓക്കെ.